ഹലോ ഗൈസ്, മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നമ്മൾ മാങ്ങ പിച്ചുന്നതിൻ്റെ വീഡിയോ ആണ് ഷൂട്ട് ചെയ്യുന്നതെന്ന്. നോ, അല്ല. നമ്മളിന്ന് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് പിച്ചാൻ പോകുന്നത്. എന്തെങ്കിലും ഒരു ഗെസ് ഉണ്ടോ എന്താണെന്നുള്ളത്? യെസ്, ഇറ്റ്സ് അവക്കാഡോ. അവക്കാഡോ ആണ് കേട്ടോ. അവക്കാഡോയ്ക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അതിനകത്ത് ഹൈ കോണ്ടൻറ്റ് ഓഫ് ഹെൽത്തി ഫാറ്റ്സ് ഉണ്ട്, ഫൈബർ ഉണ്ട്, വിറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളൊരു ഫ്രൂട്ടാണ് അവക്കാഡോ. ആൻഡ് എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ അവക്കാഡോ കാണുന്നത് തന്നെ. ചിലപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഇറ്റ് ഈസ് എ ന്യൂ എക്സ്പീരിയൻസ് ഫോർ മീ, എന്നെ സംബന്ധിച്ചിടത്തോളം. അവക്കാഡോസ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് സാലഡ്സിൽ, സ്മൂത്തീസിൽ, പിന്നെ ബേക്കിംഗ് പ്രോസസ്സിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇത് കൂടുതലും ഷേക്കായിട്ട് അടിച്ചു കുടിക്കുന്നതാണ് കേട്ടോ കൂടുതൽ നല്ലത്. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് ഫസ്റ്റ് വന്നത് 1 കിലോയ്ക്ക് 410 രൂപ വരെ ഉണ്ടെന്നാണ് ഞാൻ ഗൂഗിളിൽ കണ്ടത് കേട്ടോ. എത്രത്തോളം സത്യമാണെന്നുള്ള കാര്യം അറിയില്ല. ജസ്റ്റ് ഗൂഗിൾ തിങ്സ്. ഞങ്ങൾ നോറ്റ് വളർത്തിയ മരമാണ് കേട്ടോ ഇത്. കുറേ നാളായിട്ട് ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. എപ്പോഴാണ് ഇതിലൊരു അവക്കാഡോ വരിക എന്ന് പറഞ്ഞ് കാത്തിരിക്കുമായിരുന്നു. ആൻഡ് 2025 ആ ഒരു കാത്തിരിപ്പിന് അവസാനം ഉണ്ടായി. കുറേ വർഷമായിട്ടുള്ള കാത്തിരിപ്പാണ്. എന്ന് വെച്ചിട്ട് 10-20 വർഷത്തിൻ്റെ കാത്തിരിപ്പൊന്നുമല്ല, മോർ ദാൻ 6 years ആയിട്ടുണ്ടാവും ഫോർ ഷുവർ, ഉറപ്പാണ്. ഇതിൻ്റെ എല്ലാം മെയിൻ ആൾ അപ്പനാണ് കേട്ടോ. ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നില്ലേ, അതാണ് എൻ്റെ അപ്പൻ. അപ്പോൾ അപ്പന് ഇതിനോടെല്ലാം ഒരു പ്രത്യേകതര ഇഷ്ടവും കൗതുകവും എല്ലാം ഉണ്ട്. ഇഷ്ടംപോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം വീട്ടിലുണ്ട്. സോ അതെല്ലാം ബിക്കോസ് ഓഫ് അപ്പൻ. നിങ്ങൾ തന്നെ നോക്കിക്കേ, എന്തോരം വലുപ്പമുള്ള അവക്കാഡോസാണ്. ഞങ്ങളിത് ഷേക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധം എന്തെന്ന് വെച്ചാൽ, ഒരെണ്ണം നല്ലപോലെ പഴുത്തതും ഒരെണ്ണം അധികം പഴുക്കാത്തതുമായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറിയൊരു കയ്പ്പ് അനുഭവപ്പെട്ടു കേട്ടോ. നിങ്ങൾ അഥവാ ഷേക്കൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലപോലെ പഴുത്തതിന് ശേഷം ഷേക്ക് അടിക്കാൻ വേണ്ടി നോക്കുക. ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങളെ ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.